തമ്പി ചേട്ടാ, നമ്മളിപ്പം തോണി കയറാൻ പോകും അല്ലേ? ഗംഗാഘട്ടിൽ ചെന്നിട്ട് അവിടുന്ന് നൗക കിട്ടും. ആ നൗക കയറി കഴിഞ്ഞാൽ ത്രിവേണി സംഗമത്തിലേക്ക് എത്തില്ല, സ്ട്രൈറ്റ് അങ്ങ് പോവാം. ത്രിവേണി സംഗമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗംഗാ സ്നാനം നടത്താം. त्रिवेणी फिर उधर से कितना दूर? उधर से 300 दिया जाता है। हाँ हेलो, तुम्हारे गांव का पास आगोरी है? आगोरी यहाँ संगम के पास आगोरी है। हाँ है दिखाना हमें. ശരിക്കും എന്താ പറ്റിയ? നമുക്ക് ബോട്ട് ഇല്ലല്ലോ, ബോട്ടില്ല. ബോട്ട് ഉണ്ട്, നൗക എന്ന് പറയുന്ന പാലത്തിനാണ്. മലയാളം എന്നാ ഇതുവരെ മനസ്സിലായത് ബോട്ടല്ല. അന്നേരം പറയല്ലേ? ദക്ഷിൺ സേ പൂർവ്വ ദക്ഷിൺ. മിക്ക സ്ഥലങ്ങളിലും കുഴി ഒഴിച്ച് വെച്ചേക്കുക ഈ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടി. അതുകൊണ്ട് ത്രിവേണി സംഗമത്തിലോട്ട് പോകാൻ എൻട്രീസ് പലയിടത്തും ഇല്ല. ഞങ്ങൾ ഒരു ചെറിയ ഓട്ടോയിലാണ് വന്നത്. ഓട്ടോ വേറെ വഴിയൊക്കെ ഇറക്കി, ചെറിയ റിസ്ക് ആയിട്ടുള്ള രീതി ഇറക്കി വരുന്നുണ്ട്. ഞങ്ങൾ വെച്ച് വലിയത്തില്ല, ഇലക്ട്രിക് ഓട്ടോയാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ വെയിറ്റ് അധികം വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പള്ളമില്ലാത്തൊരു സ്ഥലത്ത് ഒരു വയലൂരി കയറ്റി ഞങ്ങൾ ഓട്ടോ പോകാനുള്ള റോഡിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം യാത്ര തുടരുകയാണ് ത്രിവേണി സംഗമം പോകാനായിട്ട്. ഇനി എന്തൊക്കെ കടമ്പുകൾ കടക്കണമെന്നുള്ളത് കണ്ടറിയാം. ഓടുന്ന കരിമീൻ ജ്യൂസ് വണ്ടി കേട്ടോ, മൊബൈൽ കരിമ്പ് ജ്യൂസ് കേരളത്തിൽ ഇറക്കിയാലോ? അടിപൊളിയായിരുന്നു. നിന്നെക്കാട്ടി വലിയ സമാനത. തിരക്കുണ്ടോ? ഇതാണ് ഇവർ നൗക എന്ന് പറയുന്ന സംഭവം. ബോട്ടല്ല, ഈ പാലത്തിനാണ് നൗക എന്ന് ഇവർ പറയുന്നത്. ഇവർ വേണം സംഘത്തിലോട്ട് പോകാൻ വേണ്ടി. ത്രിവേണി സംഘം തിരക്കാണോ? ഇത് കണ്ടോ, എയർ ഫ്ലോട്ട്സിലാണ് ഈ പാലം വെച്ചിരിക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുന്ന് 1/2 കിലോമീറ്ററും കൂടെ ആണ് കറക്റ്റ് സ്പോട്ടായിട്ട് വരുന്നത്. പക്ഷേ ഇവിടുന്ന് തന്നെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് മാറിപ്പോയി ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ സ്നാനം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരക്ക് ഉണ്ട്, നല്ല തിരക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള ഇതിൽ തമ്പിച്ചേട്ടനും ടീമും ഇരിപ്പുണ്ട്. ത്രിവേണി സംഘത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോരുത്തരായിട്ട് കുടിക്കാനാണ്. ത്രിവേണി സംഗമത്തിലോട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. തണുപ്പ് നന്നായിട്ട് കാണുമെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ.
അടിപൊളി തണുപ്പ്. ആഴമൊന്നുമില്ല, ഒരു തുടയുടെ അവിടം വരെയുള്ള ആഴം. നല്ല തണുപ്പ, മുങ്ങാൻ പോവാം. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ബോട്ട് അവിടെ റൺ ചെയ്യുന്നുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. 144 വർഷത്തിൽ നടക്കുന്നത്. വളരെയധികം ആൾക്കാർ മുങ്ങിക്കഴിഞ്ഞ് കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. തണുത്ത് മരവിക്കുക. ഒന്നും കൂടെ മുങ്ങുക. നദി ആവശ്യത്തിനായി തിരിച്ചു കയറുക. हर हर महादेव। महादेव रक्षा बापदाशनम मापदाहर्थे लक्ष्मी तिष्ठति लक्ष्मी तिष्ठति सर्वदा नमो ब्रह्मणाय जगतिताय गोविंदाय नमो नमस्ते. ഞങ്ങൾ സ്നാനമൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. തലയിൽ ഞാൻ കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്. മുസ്ലിമാണ്. ചിലർക്ക് എതിർപ്പുണ്ടാവാം, പക്ഷെ ഞാൻ ഇട്ടു. എൻ്റെ ഇഷ്ടം. ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ, വേറെ വലിയ റിലീജിയസ് ആയിട്ടൊന്നുമല്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയുണ്ട് കുറി ഇട്ടിരിക്കുന്നത്? ഓ നിങ്ങൾ ആ മൊറോക്കോ സിനിമ ഉണ്ട്, നിങ്ങളുടെ അതിൻ്റെ പേര് മാർക്കോ. അതിനകത്ത് അവൻ നമ്മുടെ ജഗദീഷ് വന്നിട്ട് പറയുന്നത്, ഞാൻ കൈ കൊണ്ട് തൊട്ടാൽ പോലും എന്തോന്നാവുമെന്ന് പുരുഷൻ വിരലുകളിൽ എന്തോ ഉണരുമെന്ന് പറഞ്ഞു. എന്തോ ഉണരുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ ഈ പൊടിയെടുക്കുന്നുണ്ട്. പ്രയാഗ്രാജ് രണ്ടാമത്തെ ദിവസം. ഇന്ന് ഞങ്ങൾ ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഗംഗയുടെ തീരത്തും ആൾക്കാർ സ്നാനം എടുക്കുന്ന സ്ഥലങ്ങളിലും ഈ വീതികളിലും എല്ലാം വെറുതെ നടക്കാൻ പോവാം. ഇനി പ്രയാഗ്രാജിലെ കുംഭമേള വിശേഷങ്ങൾ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. കുംഭമേളയ്ക്ക് പോകാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാം.